ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖം തന്നെയല്ലേ? ഇന്ന് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു മധുരത്തിന്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. ബേക്കറിയിലൊക്കെ നമുക്ക് കിലോയ്ക്ക് 400 രൂപ അതിൽ കൂടുതലൊക്കെ കൊടുക്കേണ്ടി വരും കേട്ടോ. അത്രയും വില വരുന്ന മധുരം ഈ കുക്ക് ചെയ്ത് കഷ്ടപ്പെടാതെ 10 മിനിറ്റിനുള്ളിൽ നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാം. അതും തീ പോലും കത്തിക്കാതെ, സ്റ്റൗ ഓണാക്കുകയേ വേണ്ട ഇതിനായിട്ട്. മാത്രമല്ല കളറോ കെമിക്കലോ ഒന്നും നമ്മൾ ഉപയോഗിക്കുന്നില്ല. ഹെൽത്തി ആയിട്ടുള്ള സ്വീറ്റാണ്. ഇത് കണ്ടോ, ഇതിനകം ഇങ്ങനെയാണ്, നല്ല സോഫ്റ്റാണ്. അപ്പോൾ ഇത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കിയാലോ. തങ്കം ഫാമിലി കിച്ചന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആദ്യം തന്നെ മിക്സിയുടെ ജാറിലേക്ക് 1/2 കപ്പ് പഞ്ചസാര എടുക്കാം. 1 കപ്പ് ഡെസിക്കേറ്റഡ് കോക്കനട്ട് കൂടി ചേർക്കാം. ഇനി 1 കപ്പ് പാൽപ്പൊടിയും ചേർക്കാം. ഈ ഡെസിക്കേറ്റഡ് കോക്കനട്ട് ഞാൻ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയതാണ്. നിങ്ങൾക്കും വീട്ടിൽ ഉണ്ടാക്കിയെടുക്കുന്നതാണ് നല്ലത്. 3 കൂടി നല്ലതുപോലെ പൊടിച്ചെടുക്കണം. ആ ഡെസിക്കേറ്റഡ് കോക്കനട്ട് നന്നായിട്ട് പൊടിയണം. ഇതൊരു പാത്രത്തിലേക്ക് മാറ്റാം. അതേ ജാറിൽ തന്നെ ഇനി ഒരു 15 കാഷ്യൂനട്ടും 10 ബദാമും ഇട്ട് ഒന്ന് പൊടിച്ചെടുക്കുക. കാഷ്യൂനട്ട് കയ്യിലില്ലെങ്കിൽ ബദാം മാത്രം ആയാലും മതി, ബദാം ഇല്ലെങ്കിൽ കാഷ്യൂനട്ട് മാത്രം ആയാലും മതി. ഇതുപോലെ ഒന്ന് പൊടിച്ചെടുത്തിട്ട് അതിലേക്ക് ഒരു 10 ഡേറ്റ്സ് കുരുവൊക്കെ കളഞ്ഞൊന്ന് കഷ്ണങ്ങളാക്കിയതും കൂടെ ചേർത്തിട്ട് ഒന്നുകൂടി ഒന്ന് അടിച്ചെടുക്കുക. അതൊന്ന് ഈ കാഷ്യൂനട്ടിന്റെ ഇതൊന്ന് കുഴഞ്ഞു കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഡേറ്റ്സ് ചേർക്കുന്നത്. ഈ ഡേറ്റ്സിന് പകരം നിങ്ങൾക്ക് തേനോ ശർക്കരയോ ഒക്കെ ചേർക്കാം. ഈ പരുവത്തിൽ വേണം പൊടിച്ചെടുക്കാൻ. കണ്ട് ഇതുപോലെ കുഴച്ചെടുക്കാൻ പറ്റുന്ന പരുവം. കുഴയ്ക്കാൻ പറ്റുന്നില്ലെങ്കിൽ 2-3 ഡേറ്റ്സ് കൂടി ചേർത്ത് ഒന്നുകൂടി ഒന്ന് അടിച്ചെടുത്താൽ മതി. എന്നിട്ട് ഇത് നമുക്ക് ചെറിയ ഉരുളകളാക്കി എടുക്കാനുള്ളതാണ്. ഇതൊരു ബൗളിലേക്ക് മാറ്റാം. എന്നിട്ട് ഇതിനെ ഇതുപോലെ ഓരോ ചെറിയ ചെറിയ ഉരുളകളാക്കി മാറ്റുക. ഒന്ന് കയ്യിൽ വെച്ച് ഒന്ന് പ്രസ് ചെയ്തതിന് ശേഷം കൈവെള്ളയിൽ വെച്ച് ഇതുപോലെ ഒന്ന് ഉരുട്ടിയാൽ മതി. കുഞ്ഞു കുഞ്ഞു ഉരുളകൾ കിട്ടും. നെല്ലിക്കേക്കാളും ചെറിയ വലിപ്പത്തിൽ വേണം ഈ ഉരുളകൾ ഉണ്ടാക്കിയെടുക്കാൻ. ഇപ്പോൾ ഇത് ഞാൻ ഇതുപോലെ എല്ലാം ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. ഇതിങ്ങനെ കുഴഞ്ഞു കിട്ടുന്നില്ലെങ്കിൽ ഇതിലേക്ക് ഒരു ഡേറ്റ്സ് കൂടി ചേർത്തിട്ട് ഒന്നും കൂടെ ഒന്ന് പൊടിച്ചെടുക്കണേ. അതവിടെ ഇരിക്കട്ടെ. ഇനി നമുക്ക് പാൽപ്പൊടിയുടെ മിക്സ് എടുക്കാം. അതിലേക്ക് 2 ടീസ്പൂൺ നെയ്യ് ഒഴിച്ചിട്ട് നല്ലപോലെ ഒന്ന് നനച്ചെടുക്കുക. പുട്ടിന് നനയ്ക്കുന്ന പോലെ ഒന്ന് നനച്ചെടുത്തിട്ട് കൈകൊണ്ട് ബലമായിട്ടൊന്ന് അമർത്തി അതൊന്ന് മിക്സ് ചെയ്യുക. എല്ലാം കൂടെ നന്നായിട്ടൊന്ന് യോജിപ്പിക്കുക. നല്ല ബലമായിട്ടൊന്ന് അമർത്തി യോജിപ്പിക്കുമ്പോൾ ഇതൊന്ന് നല്ലപോലെ ഒന്ന് നനഞ്ഞു കിട്ടും. കുഴഞ്ഞു വരില്ല, ഒന്ന് നല്ലപോലെ നനഞ്ഞു കിട്ടും. ഇനി ഇതിലേക്ക് 1 ടീസ്പൂണ് പാൽ ചേർക്കാം. 1 ടീസ്പൂണ് തന്നെ എടുക്കണം. ഗ്ലാസ്സിൽ വെച്ചരിച്ചൊഴിക്കരുത്. ഇതുപോലെ 1 ടീസ്പൂൺ പാലൊഴിച്ചതിന് ശേഷം ഒന്നുകൂടി ഒന്ന് കുഴയ്ക്കുക. അപ്പോൾ കുഴഞ്ഞു കിട്ടുന്നില്ലെങ്കിൽ മാത്രം 1 ടീസ്പൂൺ പാലും കൂടെ ചേർക്കുക. ഇല്ലെങ്കിൽ ആദ്യം ഒഴിക്കുന്ന പാൽ കൊണ്ട് തന്നെ ഇത് കുഴഞ്ഞു കിട്ടുമെങ്കിൽ പിന്നെ പാല് ചേർക്കരുത്. ഗ്ലാസ്സിലൊന്നും ചരിച്ചൊഴിക്കരുത്, കൂടിപ്പോവും. പിന്നെ അത് വെള്ളം പോലെ ആയിപ്പോവും. ഇങ്ങനെ കുഴച്ചെടുത്തതിന് ശേഷം അപ്പോൾ പാൽ അല്പമായിട്ട് ചേർത്തിട്ട് വേണം കുഴച്ചെടുക്കാൻ. അപ്പോൾ ആദ്യം 1 ടീസ്പൂൺ പാലൊഴിക്കുമ്പം തന്നെ മിക്സ് ശരിയായി കിട്ടാൻ ചാൻസ് ഉണ്ട്. ഇനി അതിനെ ഞാൻ ആദ്യം ഈ ഉരുളകൾ 11 ആയതുകൊണ്ട് ഇതും 11 ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഇനി ഓരോ ഉരുളയും കൈകളിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് അമർത്തി തേച്ച് കുഴച്ചെടുക്കുക. കണ്ട ഇതുപോലെ കൈവെള്ളയിൽ വെച്ചിട്ട് ഇതുപോലെ നന്നായി അമർത്തി തേച്ച് കുഴയ്ക്കണം. ഇങ്ങനെ കുഴയ്ക്കുമ്പോൾ അത് നമുക്ക് നല്ല സോഫ്റ്റായിട്ട് കിട്ടുകയും ഇതുപോലെ കൈകൊണ്ട് ഒന്ന് വിരൽ കൊണ്ടൊന്ന് പിടിച്ചൊരു കുഴി പോലെ ആക്കിയിട്ട് അതിൻ്റെ നടുക്ക് നമുക്ക് ആദ്യം ഉരുട്ടി വെച്ചിരിക്കുന്ന ഫില്ലിംഗ് ഉണ്ടല്ലോ, അത് ഓരോന്ന് ഇതിനകത്തേക്ക് എടുത്ത് വെച്ചതിന് ശേഷം കൈകൊണ്ട് ഇതുപോലൊന്ന് മൂടിയെടുക്കുക. അതിൻ്റെ സൈഡിൽ നിന്നൊക്കെ പതുക്കെ ഇങ്ങനെ. അപ്പോൾ ഇങ്ങനെ നമ്മൾ കവർ ചെയ്യാൻ പറ്റണമെങ്കിൽ ഇത് കൈകൊണ്ട് നന്നായിട്ട് അമർത്തി ആ ഡൗ ഒന്ന് നല്ല സോഫ്റ്റ് ആക്കി എടുക്കണം. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. എന്നിട്ട് അത് കയ്യിൽ വെച്ചിട്ട് പതുക്കെ ഒന്നുകൂടി ഒന്ന് ഷേപ്പ് ചെയ്തെടുക്കുക. അപ്പോൾ ബലമായിട്ട് അമർത്തരുത്. ഫില്ലിങ് വെച്ച് കഴിഞ്ഞിട്ട് ബലമായിട്ട് അമർത്തരുത്. നമ്മുടെ സ്വീറ്റ് റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ ഉണ്ടാക്കിയെടുക്കാം. ഒന്നുകൂടി കാണിച്ചു തരാം. ഇതുപോലെ കയ്യിൽ ഡൗ എടുത്തിട്ട് ഇതുപോലെ ഒന്ന് ഉരുട്ടി ഇതുപോലെ ബലമായിട്ട് ഒന്ന് പ്രസ് ചെയ്ത് ഒന്ന് തേച്ച് കുഴയ്ക്കുക. എന്നിട്ട് ഇതുപോലെ കൈകൊണ്ട് കൊഴുക്കട്ടയൊക്കെ ഫില്ലിങ് വെക്കാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന പോലെ ഒന്ന് ചെയ്തിട്ട് അതിലേക്ക് നടുക്കോട്ട് നമ്മുടെ ഫില്ലിങ് എടുത്ത് വെച്ചിട്ട് സൈഡിൽ നിന്ന് ഇതുപോലെ നീക്കി കൊണ്ടുവന്ന് അത് മൂടി വെക്കുക. എന്നിട്ട് കയ്യിൽ വെച്ചിട്ട് ജസ്റ്റ് പതുക്കെ, ഇത് അമർത്തരുത്, ഇത് ജസ്റ്റ് ഒന്ന് കറക്കിയെടുത്താൽ മാത്രം മതി. കയ്യിൽ എണ്ണയൊന്നും തേക്കേണ്ട. ഓൾറെഡി ഇതിൽ നിന്നുള്ള നെയ്യും ഡെസിക്കേറ്റഡ് കോക്കനട്ടിൻ്റെ ഓയിലും കൂടെ ഇറങ്ങി വന്ന് നമ്മുടെ കയ്യിലൊക്കെ നല്ല ഓയിലിൻ്റെ മയമായിരിക്കും. അങ്ങനെ ഇതെല്ലാം ഞാൻ എടുത്തിട്ട് ഏതെങ്കിലും നട്ട്സ് കൊണ്ട് ഇതൊന്ന് ഡെക്കറേറ്റ് കൂടി ചെയ്താൽ ഇത് കൂടുതൽ മനോഹരമാക്കാം. ടേസ്റ്റിയാണ്, ബ്യൂട്ടിഫുള്ളാണ്, ഈസിയാണ്. അപ്പോൾ ഈ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്കും കമൻറ്റും ഷെയറൊക്കെ ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണം. അപാര ടേസ്റ്റുള്ള ഈ സ്വീറ്റ് ഉണ്ടാക്കി നോക്കിയിട്ടൊന്ന് കമൻറ്റ് കൂടി ചെയ്യണം. മറ്റൊരു റെസിപ്പിയുമായി വരുന്നത് വരെ സ്റ്റേ ഹെൽത്തി ആൻഡ് ഹാപ്പി. താങ്ക് യു.